ആഷിക, ഇപ്പോൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ബെവ്കോയുടെ ഒരു അധികാര സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരാൾ വരുമെന്നാണ് പറയുന്നത്. അത് മിക്കവാറും യോഗേഷ് ഗുപ്ത ആവാനാണ് സാധ്യത. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ നടപടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ആലപ്പുഴയിലെ ആ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അജിത് കുമാറിന്റെ തൊപ്പി തെറിച്ച്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്ര കാലം ഈ ഒരു പോലീസ് യൂണിഫോം ഇല്ലാതെ ബിവ്കോ സി എം ഡി ആയിട്ടാണ് ഇപ്പോൾ ഇത്ര കാലം അജിത് കുമാർ ഈ സേവനം നൽകിയിരുന്നത്. ആ ഒരു ബിവ്കോ എന്ന ഒരു വകുപ്പിനെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തെ ഒരു മൊത്തത്തിൽ കുരുക്കഴിച്ച് അല്ലെങ്കിൽ മൊത്തത്തിൽ കുളമാക്കിയിട്ടാണ് ആ ഒരു പദവിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കണ്ടിരുന്നു, സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ മിന്നൽ മാജിക് എന്നുള്ള പുതിയൊരു ബ്രാൻഡി പുറത്തിറങ്ങും. കൂടാതെ ജവാൻ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ആ ജവാൻ എന്ന ബ്രാൻഡിൻ്റെ ഉൽപാദനം കുറവ്, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഈ ഒരു CMD സ്ഥാനത്തിരിക്കെ ഈ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ അജിത് കുമാർ അത് മുന്നിൽ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ഒരു യഥാസമയത്ത് ഓഫീസിൽ വരാതെ ഉഴപ്പുന്ന അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു അലംഭാവമായിരുന്നു ഈ ഒരു CMD സ്ഥാനത്ത് ഇരുന്നിട്ടും അജിത് കുമാർ കൊണ്ടുവന്നിരുന്നത്. ഈ പോലീസിൻ്റെ തൊപ്പി കയ്യിൽ നിന്ന് വേറൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മുകളിലേക്ക് കൊണ്ട് ഇരുത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിനുണ്ടായിരുന്ന ഒരു അതൃപ്തിയാണ് ഈ അലമ്പിനും അലംഭാവത്തിനും അതിന് പിന്നിലുള്ള ഒരു കാരണം. ഇപ്പോൾ താൻ അല്ലെങ്കിൽ ഈ ഒരു അജിത് കുമാർ ഇതിനു മുമ്പ് വല്ലാത്തൊരു പ്ലാനിങ്ങിലാണ്. കാരണം ഈ ജൂലൈ 31 ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു ഫയർഫോഴ്സിൻ്റെ ആ DGP ആയിരുന്ന DGP വിരമിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് തനിക്ക് സ്വാഭാവികമായിട്ട് കിട്ടേണ്ട DGP പദവി, ആ ഒരു DGP പദവിയിലേക്ക് എത്തുകയും സംസ്ഥാന പോലീസിൻ്റെ തലപ്പത്തേക്ക് ഇദ്ദേഹം എത്തും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലായിരുന്നു ഇത്ര കാലം നിന്നിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൊരിഞ്ഞു. അതിൽ പിന്നെ ഈ ഒരു CMD സ്ഥാനത്ത് ഇതുവരെ സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന ആ ഒരു പദവിയും കയ്യിൽ നിന്ന് പോയി. ഇതിനു മുമ്പ് നമ്മുടെ എക്സൈസ് മന്ത്രിയായിരുന്ന M. ലിജു VD സതീഷിനെ നേരിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പദവിയിൽ ഇരിക്കുന്നതിലുള്ള അതൃപ്തി അറിയിച്ചിരുന്നു. പക്ഷേ VD സതീശൻ ആ ഒരു പദവിയിലിരിക്കുന്ന അജിത് കുമാർ അത്ര അപകടകാരിയല്ല. ഇനി എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അജിത് കുമാറിൻ്റെ വേലയൊന്നും അല്ലെങ്കിൽ വിളവൊന്നും ഈ ഒരു നിലത്തേക്ക് ഇറങ്ങില്ല അല്ലെങ്കിൽ അവിടെ വലിക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ തൊപ്പി തെറിക്കുന്ന ഒരു സാഹചര്യം വന്നു. അദ്ദേഹം മുമ്പ് സർവീസിൽ ചവിട്ടി അരച്ച ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു റിലീഫായിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരു തലയിൽ ADGPയുടെ തൊപ്പി വെച്ച് കാണിച്ച എല്ലാ നെറികേടിനും തിരിച്ച് പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ CMD പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത്. അപ്പോൾ യോഗേഷ് ഗുപ്ത എന്ന ഈ ഒരു ADGP അല്ലെങ്കിൽ ഈ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനെയും ഈ പിന്നിൽ നിന്നുള്ള ചരടുവലി മൂലം ഒതുക്കാനുള്ള ശ്രമം നടത്തിയ ഒരു വ്യക്തിയാണ് അജിത് കുമാർ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളുടെ കഴിഞ്ഞ സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ അവരെ ഓടിച്ച് കളിച്ച, അവരെ ഏറ്റവും കൂടുതൽ ചരട് വലിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഈ യോഗേഷ് ഗുപ്തയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരായിരുന്നു പിണറായി വിജയൻ സർക്കാർ. ശരിക്കും ഇവർ കണക്ക് ചോദിക്കുന്ന പോലെയാണ്. വരുമ്പോൾ ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഇവർ ഓരോന്നും ഇങ്ങനെ കൃത്യമായി കണക്ക് എണ്ണി ചോദിക്കുന്ന പോലെയാണ്. ഇവിടെ യോഗേഷ് ഗുപ്തയാണ് ഇതിൻ്റെ സ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഏൽപ്പിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഇവർ നമ്മൾ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ ഇതിപ്പോൾ അങ്ങനെ ഒരു നടപടി തന്നെയാണ് ഇവർ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ അജിത് കുമാറിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹം ഇരുന്ന സ്ഥാനങ്ങളെല്ലാം അദ്ദേഹം ആകെ അലങ്കോലമാക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? അതെ. ഇപ്പോൾ കേരള പോലീസിന്റെ ആ ഒരു ക്രമസമാധാനത്തിന്റെ പദവി കൊടുത്തിട്ട് ആ ഒരു ക്രമസമാധാനത്തിന്റെ കീഴിൽ ആണ് ഈ ആലപ്പുഴ മർദ്ദന കേസ് നടന്നത്. ആ ഒരു തലതല്ലി പൊളിച്ച ഗൺമാന്മാരെ രക്ഷിക്കാനുള്ള ഇടപെടൽ നടത്തിയതിന് പിന്നാലെ ഈ ഒരു മറ്റൊരു പദവിയിലേക്ക് മാറ്റിയെങ്കിലും അവിടെ ഇരുന്നും ഈ ഒരു പൊതുമേഖലാ സ്ഥാപനമായ ബിവ്കോയെ നശിപ്പിക്കാനുള്ള എല്ലാ പണി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതൊരു സംസാര വിഷയമാക്കിയിട്ടുണ്ട്. അതായത് ജവാന്റെ ഉൽപാദനത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ആ ഒരു കമ്പനിക്ക് ഓർഡർ നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഓർഡറിൽ പിശക് വരുത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മാറ്റ് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു വിവരം ബൈ ഹാൻഡ് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ്, ഒരുപാട് ആരോപണങ്ങൾ ഈ ഒരു തെളിവുകളായി മന്ത്രി M. ലിജുവിന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ഇതുപോലെ മര്യാദക്ക് പണിയെടുക്കാമെങ്കിൽ പണിയെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയെങ്കിലും ഇതൊക്കെ എനിക്ക് എന്ത്, ഞാൻ ഉടനെ DGP ആകാൻ പോവുകയല്ലേ, ഈ നവകേരള സദസ്സിലെ അടിയൊന്നും എനിക്കങ്ങനെ ഏൽക്കാൻ വഴിയില്ല, ഞാൻ ഉടനെ DGP ആക്കും, ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു കുപ്പികൾക്കിടയിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇരുന്നത്. പക്ഷേ എല്ലാ പണിയും പാൽവെള്ളത്തിൽ കിട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു ഇദ്ദേഹം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ യോഗേഷ് ഗുപ്തയുടെ നിയമനങ്ങളും കാര്യങ്ങളുമെല്ലാം ഏറെക്കുറെ ഊഹാപോഹങ്ങളാണ്, അത് കൺഫേം ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, തൻ്റെ സസ്പെൻഷന് നേരെ അല്ലെങ്കിൽ സസ്പെൻഷനെതിരായി ഇതുപോലെ ട്രിബ്യൂണലിൽ അപ്പീലിന് പോകാൻ ഉള്ള ഒരു മുന്നൊരുക്കത്തിലാണ് അജിത് കുമാർ. അത് എത്രത്തോളം ബലവത്താവുമെന്ന് അറിയില്ല. ആ ഒരു ട്രിബ്യൂണലിൽ ഹർജി നൽകാൻ പോയാൽ പോലും ഇദ്ദേഹം ഈ ഒരു രക്ഷാപ്രവർത്തന കേസിലാവട്ടെ, അല്ലെങ്കിൽ മുമ്പ് ADGP P. വിജയൻ കൊണ്ടുവന്ന പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ കൊണ്ടുവന്ന് കല്ലിട്ട അല്ലെങ്കിൽ അത് കലക്കിയ പദ്ധതി ആവട്ടെ, ഇതിലെല്ലാത്തിലും ADGP അജിത് കുമാറിൻ്റെ കൈ ഉണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തെ ഈ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ P. വിജയൻ എന്ന മുതിർന്ന IPS ഉദ്യോഗസ്ഥന് ക്ലീൻ ചിറ്റ് നൽകി തിരിച്ച് ക്രമസമാധാന മേഖലയിൽ തന്നെ കൊണ്ടുവന്നിരുത്തിയത്. അപ്പോൾ ഈ അജിത് കുമാറിനെ പൂട്ടാനുള്ള എല്ലാ വഴിയും, അതായത് 4 ദിക്കിന്നും പൂട്ടാനുള്ള വഴിയെല്ലാം സർക്കാർ ഒരുക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല. M. ലിജു ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ഇവിടെ ഒരുപാട് തവണ തോറ്റ് പരാജയപ്പെട്ട ഒരാളാണ്. അത്രയും പരാജയപ്പെട്ട് കയറി വന്ന ഒരാളാണ് M. ലിജു എന്ന് പറയുന്നത്. അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ്, ആ എക്സൈസ് എന്ന വകുപ്പ് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഉറപ്പായിട്ടും ലഹരി സംബന്ധമായ ഏതൊരു കാര്യത്തെ പറ്റി തുരത്തിയിരിക്കും, അല്ലെങ്കിൽ ഒരു നടപടിയും അല്ലെങ്കിൽ മോശം നടപടിയൊന്നും അദ്ദേഹം കൈവശം വയ്ക്കില്ല, അവിടെ നിലനിർത്തില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അജിത് കുമാറിനെതിരെയും കൃത്യമായൊരു നടപടി എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഈ ഒരു സർക്കാർ വലിയ വ്യാമോഹങ്ങളെല്ലാം ഇവിടെ തച്ചുടച്ച് തീർക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. കുറേ ആളുകളുടെ അഹങ്കാരത്തെയും അല്ലെങ്കിൽ ഈ അധികാരത്തിൻ്റെ ദുർവിനിയോഗം കാണിച്ചവരെയൊക്കെ തച്ചുടയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ, അല്ലേ? അതെ, ഇപ്പോൾ കേരള പോലീസിലാവട്ടെ, അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ മറ്റ് പലവിധ വകുപ്പുകളാകട്ടെ, ഇതിലെല്ലാത്തിലും വലിയൊരു ശുദ്ധികലശം നടത്തിയിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ വകുപ്പുകളിൽ ഓരോ ശുദ്ധികലശത്തിനായി ഈ ഒരു ഉദ്യോഗസ്ഥരെ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ജനങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കളങ്കമില്ലാത്ത സേവനം നൽകാനുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണാം.